പഹൽഗാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി മോദി ഇന്ത്യയിലെത്തി. അടിയന്തര സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സൈനിക മേധാവിമാരുടെ യോഗം ചേരും. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗവും ചേരും. മോദി കാശ്മീർ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പഹൽഗാമിലെ ബൈസരണിൽ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയടക്കം 28 പേരാണ് കൊല്ലപ്പെട്ടത്. എറണാകുളം എടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി. കൊല്ലപ്പെട്ടവരിൽ ഏറെയും വിനോദസഞ്ചാരികളാണ്. 2 വിദേശികളും നാട്ടുകാരായ 2 പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. 20-ലേറെ പേർക്ക് പരിക്കേറ്റു. ജമ്മു കാശ്മീരിൽ അടുത്ത നാളുകളിൽ നാട്ടുകാർക്ക് നേർക്കുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് അന്തരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് ആക്രമണം ഉണ്ടായത്. ലഷ്കർ-ഇ തൊയ്ബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്ന കൂട്ടക്കുരുതിയായാണ് ഇന്ത്യ ഈ ആക്രമണത്തെ നോക്കിക്കാണുന്നത്. ഇത് സംബന്ധമായ കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അക്രമി സംഘത്തിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ മതം ചോദിച്ച ശേഷമാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുള്ളപ്പോൾ നടന്ന ആക്രമണത്തെ അമേരിക്കയും ഗൗരവമായാണ് കാണുന്നത്. ഇന്ത്യക്ക് ഏതുതരം തിരിച്ചടി നടത്താനും അവകാശമുണ്ടെന്ന നിലപാടിലേക്ക് ഇപ്പോൾ അമേരിക്കയും മാറിയിട്ടുണ്ട്. സൗദി സന്ദർശനത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറബ് രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് അമേരിക്ക, റഷ്യ, സൗദി അറേബ്യ, ഇസ്രായേൽ, UAE, ഇറാൻ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും മാറിയിട്ടുണ്ട്. ആക്രമണത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ പാകിസ്ഥാനാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യ വലിയ രൂപത്തിലുള്ള തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത്. അതിർത്തി കടന്ന് ഏത് നിമിഷവും ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. നോർത്തേൺ കമാൻഡും എന്തിനും തയ്യാറായാണ് നിൽക്കുന്നത്. കരസേനയ്ക്ക് പുറമെ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ ഉന്നതപട തന്നെ ജമ്മു കാശ്മീരിൽ കുതിച്ചെത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയാൽ ചൈനയ്ക്ക് പോലും ഇടപെടാൻ പരിമിതിയുണ്ടാകും. അമേരിക്കയുമായുള്ള സാമ്പത്തിക യുദ്ധത്തിൽ അടിപതറിയ ചൈന ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നതിനിടയ്ക്ക് പാക് അനുകൂല തീവ്രവാദികൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ആക്രമണം ചൈനയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇതിന് വലിയ വില പാകിസ്ഥാൻ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്കും തർക്കമുണ്ടാവുകയില്ല. ജമ്മു കാശ്മീരിലെ പഹൽഗാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവരെ വരിവരിയായി നിർത്തി വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. 28 പേർ തൽക്ഷണം തന്നെ കൊല്ലപ്പെട്ടത്. അനവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പലരുടെയും നില അതീവ ഗുരുതരമാണ്. ഇതിനിടെ വിനോദസഞ്ചാരത്തിനായി കാശ്മീരിലേക്ക് പോയ കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള 3 ജഡ്ജിമാർ സുരക്ഷിതരെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.